എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷം? എന്തൊക്കെയാണ് പാട്? എല്ലാവരും വീട്ടിലൊക്കെ പോയോ? വെക്കേഷനൊക്കെ അല്ലേ, അപ്പോൾ വീട്ടിലൊക്കെ പാർക്കാൻ പോയോ? ഞാനിപ്പോൾ ഇതാ എൻ്റെ വീട്ടിൽ വെസ്റ്റിൽ, കോഴിക്കോട് വെസ്റ്റിലുള്ള എൻ്റെ വീട്ടിലാണ് ഇട്ടുള്ളത്. അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് ഞാനിങ്ങോട്ട് പോകുന്നത്. പിന്നെ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ ഡേയും കൂടിയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും എല്ലാം പാടിയായിട്ട് ഒരു ഉഷാറൻ വീഡിയോ ആണ് ഇന്നത്തെ നമ്മളെ വീഡിയോ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫീൽ ഗുഡ് മോം. എന്നത്തെയും പോലെ തന്നെ ഈ ഒരു വീഡിയോ ഉണരുക എന്ന് പറയുന്നത് 4 മണി 4:30 ആ ഒരു സമയത്താണ് കേട്ടോ. അച്ഛനും അമ്മയും രാവിലെ തന്നെ എണീറ്റ്, അച്ഛനാണെങ്കിൽ പൂവൊക്കെ നന്നാക്കി അമ്പലത്തിലെ കാര്യങ്ങളൊക്കെ ആയി, കുളിയൊക്കെ കഴിഞ്ഞ് അമ്പലത്തിലെ വിളക്ക് വെക്കണ കാര്യങ്ങളൊക്കെ ആയിട്ട് അമ്പലത്തിലേക്ക് പോകും. അത് കഴിഞ്ഞ് അമ്മ ദാ അടുക്കളയിൽ അമ്മേൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ റെഡിയാക്കും. പിന്നെ അത് കൂടാണ്ട് അലക്കൊക്കെ ഇവിടെ 5:30 5:45 ആകുമ്പോഴത്തേക്ക് അലക്കൊക്കെ കഴിഞ്ഞ് 6 ഇടൽ കഴിയും കേട്ടോ. അപ്പോൾ അമ്മേൻ്റെ പണി അങ്ങനെ നടക്കും. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ രണ്ടാളെ അച്ഛനിങ്ങനെ വന്ന് വിളിക്കും കേട്ടോ. ഈ ഒരു ചൂടത്ത് ഇങ്ങനെ ക്ഷീണിച്ച് ഉറങ്ങായിരിക്കും. അവിടുന്ന് കൊണ്ട് പൊന്തി കൊണ്ട് പോരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് ഇവിടെ പൂഴീൻ്റെ ചൂട് അധികമാണ്. അപ്പോൾ രാത്രി കൊതുകും, പോരാത്തതിന് കൊതുകും. പിന്നെ പറയേണ്ട ആ ഒരു പുലച്ച സമയമാകുമ്പോഴായിരിക്കും ഒന്ന് ഉറങ്ങി വരിക. അപ്പോൾ രാവിലെ എണീക്കുക എന്നുള്ളത് ഇവിടുന്ന് അങ്ങനെ നടക്കാത്ത കാര്യമാണ്. പിന്നെ നമ്മളെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് മടി കുറച്ച് കൂടുതലും ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് സംഗതി. അപ്പോൾ അതെല്ലാം കൂടി ആയിട്ട് ഇവിടെ എണീക്കാൻ കുറച്ച് നേരം വൈകലുണ്ട് കേട്ടോ. അപ്പം ഞാനെന്താക്കി, രാവിലെ തന്നെ അമ്പലത്തിലേക്ക് ഈ വെന്ത വെളിച്ചെണ്ണല്ലേ, നമ്മളെ വെർജിൻ കോക്കനട്ട് ഓയിൽ എന്നൊക്കെ പറയാം, അതിന് തന്നെയല്ലേ പറയാം. അത് വെന്ത വെളിച്ചെണ്ണ സംഗതി അതന്നെ. നമുക്ക് അറിയാത്ത കാര്യങ്ങൾ ഇപ്പം നമുക്ക് പറയാൻ നിൽക്കണ്ട. അപ്പോൾ അതാണ് ഞാൻ ഉദ്ദേശിച്ച സാധനം കേട്ടോ. അപ്പോൾ വെന്ത വെളിച്ചെണ്ണ ഉണ്ടാക്കാൻ വേണ്ടി 2 തേങ്ങയൊക്കെ ചെറിയ അമ്പലത്തിൽ കത്തിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് അമ്പലത്തിലേക്ക് കത്തിക്കാനുള്ള അങ്ങനെ മനസ്സിലിങ്ങനെ ഒരു തോന്നൽ കുറച്ച് ദിവസമായിട്ട്, അങ്ങനെ വെളിച്ചെണ്ണ ഉണ്ടാക്കിയിട്ട് അമ്പലത്തിൻ്റെ ഉള്ളിൽ കത്തിക്കണം എന്നിങ്ങനെ തോന്നാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ ഞാൻ വിചാരിച്ചു രാവിലെ തന്നെ കത്തിക്കാമെന്നൊക്കെ വിചാരിച്ചതേന്, പക്ഷേ അത് ഫ്ലോപ്പായിപ്പോയി. അച്ഛൻ അതിന് മുമ്പേ 4 മണിക്ക് എണീറ്റ്. അപ്പം ഞാൻ വെളിച്ചെണ്ണ ഉണ്ടാക്കണമെങ്കിൽ ഒരു 3:45 3:30 എണീറ്റിട്ട് വെളിച്ചെണ്ണ ഉണ്ടാക്കാൻ നിൽക്കേണ്ടി വരും. അപ്പോൾ അത് എന്തായാലും നടക്കാത്ത കാര്യമായി. പക്ഷേ ഇപ്പം ഉണ്ടാക്കി രാവിലെ തന്നെ ആ കുളിയൊക്കെ കഴിഞ്ഞ് ആ ഒരു ഇതിൽ തന്നെ അങ്ങോട്ട് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം കത്തിക്കല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 തേങ്ങയൊക്കെ പൊട്ടിച്ച് അതൊക്കെ ഒന്ന് ചെറിയ തേങ്ങാപ്പാലൊക്കെ എടുത്തിട്ട് അതുണ്ടാക്കണ പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ ആ ഒരു പരിപാടി കഴിഞ്ഞാൽ ഇതാ പെയിൻറ്റും ബ്രഷൊക്കെ എടുത്തിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. ഈ അടുക്കളയിലുള്ള കബോർഡൊക്കെ കുറച്ച് വൃത്തികേടായിട്ടാണ് ഇട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് പെയിൻറ്റൊക്കെ പോയി വൃത്തികേടായിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് പെയിൻ്റ് അടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഉള്ള പെയിൻറ്റ്, ബാക്കിയുള്ള കുറച്ച് പെയിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ട് അതിന് പെയിൻ്റ് അടിക്കാൻ കുത്തിരുന്നതാണ്. അപ്പോൾ ഒരു 10 മിനിറ്റത്തെ പണിയുള്ളൂ ഇട്ടത്. പക്ഷേ ഈ 10 മിനിറ്റത്തെ പണിക്ക് ഇന്ന് ഭയങ്കര പ്രാധാന്യമുണ്ട്. വേറെ ഒന്നല്ല, അമ്മേനെ സോപ്പിടാനാണ് മെയിനായിട്ട് ഈ പെയിൻറ്റും ബ്രഷും എടുത്തിട്ട് ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടെന്നുള്ളത്. ഇന്ന് അനിയത്തിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പം ഞങ്ങൾ രണ്ടാളും കൂടി പ്ലാൻ ചെയ്തിന് ഇന്ന് പുറത്തൊക്കെ പോയിട്ട് നമുക്ക് ഫുഡൊക്കെ കഴിച്ച് ഒരു അനിയത്തിയായിട്ടുള്ള ഒരു ഔട്ടിങ് ഡേറ്റ് ആയിട്ട് ഇന്ന് കണക്കാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനും അനിയത്തി കൂടി അങ്ങനെ പ്ലാനൊക്കെ ഇട്ട്, ബമ്പം പ്ലാനാണ് കേട്ടോ. പ്ലാൻ വമ്പനാണ്, അതിന് പിന്നെ പൈസ കൊടുക്കണ്ടല്ലോ. അപ്പോൾ അങ്ങനെ പ്ലാനൊക്കെ ഇട്ടിട്ട് എന്നാൽ പിന്നെ പണിക്ക് നിൽക്കുക. അപ്പം മക്കളെയൊക്കെ ഇവിടെ ആക്കിയിട്ടാണ് ഞങ്ങൾ പോണത്. അപ്പോൾ അതിന് അമ്മേനെ സോപ്പിടാൻ വേണ്ടിയിട്ട് അമ്മ പറയും എപ്പോഴും നിങ്ങൾക്ക് ഇവിടെ വന്നാൽ നിങ്ങൾക്ക് രണ്ടാൾക്കും ഒരു പുറത്തു പോക്കാണ്, എന്നിട്ട് കുറേ കഴിഞ്ഞാലാണ് നിങ്ങൾ ഇങ്ങോട്ട് വരിക, എപ്പോഴെങ്കിലും കാലം കൂടിയിട്ടാണ് നിങ്ങൾ പാർക്കാൻ വരിക, അപ്പോൾ നിങ്ങളെ കൈ കിട്ടൂല, നിങ്ങളിങ്ങനെ നിങ്ങളെ ഇഷ്ടത്തിന് അങ്ങോട്ട് പോകുന്നു പറഞ്ഞ് ഭയങ്കര പരാതിക്കാണ്. അപ്പോൾ ആ ഒരു പരാതി തീർക്കാൻ വേണ്ടി ഒന്ന് സോപ്പിടാൻ വേണ്ടിയിട്ടാണ് കബോർഡ് പെയിൻ്റൊക്കെ അടിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് കുറച്ചൊരു ഹൈപ്പൊക്കെ ഇട്ടിട്ട് ആ ഒരു പെയിൻ്റ് അടിക്ക് നിന്നത്. അതൊക്കെ കഴിഞ്ഞ പാട് അനിയത്തിയും കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ടൗണിലേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ആദ്യം നേരെ പോണത് ഓളെ മുടി ഒന്ന് കട്ട് ചെയ്യണം, പിന്നെ ഐബ്രോസൊക്കെ ഒന്ന് എടുക്കണം എന്ന് പറഞ്ഞേന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ സ്ഥിരമായിട്ട് പോണ സൺഷൈൻ ബ്യൂട്ടി പാർലറിലേക്കാണ് പോണത്. ഇവിടെ പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത്, നടക്കാവ് പോലീസ് സ്റ്റേഷൻ്റെ അടുത്താണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റുള്ള റോഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ അവിടെ തന്നെയാണ് സൺഷൈൻ ബ്യൂട്ടി പാർലർ. അപ്പോൾ ആദ്യം ഞങ്ങൾ പോയിക്കൊണ്ടിരുന്ന ആൾക്കാരുടെ അടുത്ത് നിന്ന് വേറെ 2 ഏച്ചിമാർ ഏറ്റെടുത്തിട്ട് ഇപ്പോൾ ഓരാണ് കേട്ടോ നടത്തുന്നത്. അപ്പോൾ അത് അവിടെ എത്തിയവരെയാണ് ഞങ്ങൾ അറിഞ്ഞത് കേട്ടോ. പക്ഷേ നല്ല സർവീസും കാര്യങ്ങളൊക്കെയാണ്. നല്ല രീതിയിൽ ഒരു മുടി വെട്ടുന്ന ആയാലൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ഞാനൊന്നും ചെയ്തില്ല, അനിയത്തി ഐബ്രോസൊക്കെ എടുത്ത് മുടിയൊക്കെ ഒന്ന് വെട്ടി ഓൾ അടിപൊളിയായി. പിന്നെ ഓളെ ദിവസം കൂടി ആണല്ലോ ഇന്ന്. അപ്പോൾ അങ്ങനെ ഓൾ പൊഞ്ചത്തിയായി. പിന്നെ ഞങ്ങൾ നേരെ വിട്ടത് ക്രിസ്ത്യൻ കോളേജിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടെ അനിയത്തി വർക്ക് ചെയ്യണത് ഇപ്പം ക്രിസ്ത്യൻ കോളേജിലാണ്. ഓൾ അവിടെ ലെക്ചറായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് എന്തൊക്കെയോ ഓഫീസ് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടേനെന്ന് പറഞ്ഞ് സ്റ്റുഡൻസിൻ്റെ ഡാറ്റയൊക്കെ കൊടുക്കാനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കുറച്ച് സമയം എടുക്കുമെന്ന് പറഞ്ഞിട്ട് പോകുന്നതാണ്. പക്ഷേ ഇത്ര സമയം എന്നെ പോസ്റ്റാക്കി ഓൾ പുറത്ത് എന്നെ ഇരുത്തി പോസ്റ്റാക്കുന്നത് ഞാൻ സ്വപ്നത്തിൽ പോലെ വിചാരിച്ചില്ലേ. ഒരു മണിക്കൂർ 1.5 മണിക്കൂറിൻ്റെ അടുത്ത് ഞാൻ പുറത്തിരുന്ന് ഓൾ ഓഫീസിൽ ഡാറ്റ കൊടുക്കലും പണിയും പരിപാടിയൊക്കെ ആയിട്ട് ഓൾ ബിസിയായി. അപ്പോൾ ആ സമയം കൊണ്ടാണ് ഞാൻ എന്താക്കിയത്, നമ്മളെ വീഡിയോ കുറച്ച് എഡിറ്റ് ചെയ്യാൻ, ബാക്കിയുള്ള വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തിട്ട് നമ്മളെ കഴിഞ്ഞ വീഡിയോ ഉണ്ടല്ലോ ആ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തത് അവിടെ നിന്നാണ് കേട്ടോ ആ വീഡിയോ അപ്ലോഡ് ചെയ്തത്. അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പോയത് ശ്രീ ഗോകുലം മോളില്ലേ,
അപ്പോൾ അങ്ങോട്ടാണ്, കോഴിക്കോടുള്ള ഗോകുലം മോളിലേക്കാണ്. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പം ആദ്യം ഞങ്ങൾ കയറിയത് നന്ദൂട്ടന് ഒരു ഷർട്ട് വാങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അത് അനിയത്തിൻ്റെ വകയാണ് കേട്ടോ. ഓന് കുറേ ആയി ഒന്നും ഞാൻ വാങ്ങിക്കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അനിയത്തി ഓനിതാ ഈ ഷർട്ടാണ് കേട്ടോ ഞങ്ങൾ സെലക്ട് ചെയ്തത്. അങ്ങനെ ഈ ഒരു ഷർട്ട് ഓന് സെലക്ട് ചെയ്ത് ഓൻ അങ്ങനെ ഹാഫ് കൈ ഇടലില്ല, ഫുൾ കൈ ആണ് ഇടൽ. അപ്പോൾ അത് ഞാൻ അവളോട് പറഞ്ഞപ്പോൾ ഓള് പറഞ്ഞു ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് ഓൻ എടുക്കുന്നത്, ഇഞ്ചൊന്നും മിണ്ടണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ ഷർട്ടാണ് സെലക്ട് ചെയ്തത്. പക്ഷേ ഇട്ടിട്ട് നല്ല രസമുണ്ട് കേട്ടോ. ആ യെല്ലോ കളർ അങ്ങനെ എല്ലാവർക്കും ചേരുന്നൊരു കളറാണല്ലോ, ലൈറ്റ് യെല്ലോ കളർ. അപ്പോൾ ആ വൈറ്റും യെല്ലോ ഉള്ള ആ ഷർട്ടൊക്കെ ഞങ്ങൾ വാങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് അടിക്കാൻ കയറിയതാണ്. ഇത് ഷാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഫ്ലോറിൽ തന്നെ ദി ഷാപ്പ് എന്ന് പറഞ്ഞാൽ ഫുഡ് കോർട്ടിലല്ല കേട്ടോ, താഴെ തന്നെ ഇങ്ങനെ ഒരു ഷോപ്പുണ്ട്. അപ്പോൾ ആ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയത് കേട്ടോ. അപ്പോൾ ഒരു ഉച്ച സമയമൊക്കെ ആയിട്ട് അപ്പം ഉച്ചഭക്ഷണം പിന്നെ വേറെ ചായയും പൊറോട്ടയൊന്നും കഴിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണം തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എന്താക്കി, ചട്ടി നെയ്ച്ചോറ് എന്ന് പറഞ്ഞിട്ടുള്ള ഐറ്റത്തിനാണ് ഓർഡർ കൊടുത്തത്. ഇവിടുത്തെ ആംബിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ കുറച്ച് കാര്യങ്ങൾക്ക് നിങ്ങളോട് പറയാനുണ്ട്. ഇവിടേക്ക് കൂടി കയറി കഴിഞ്ഞാൽ എന്തോ അധോലോകത്ത് കയറിയൊരു ഫീലാണ് എനിക്കുണ്ടായത്. പക്ഷേ എൻ്റെ അനിയത്തി പറയണത് ഓക്ക് നല്ലൊരു വൈബായിട്ടുള്ള സ്ഥലമായിട്ടാണ് തോന്നിയതാണ് കേട്ടോ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കുമല്ലോ. ഓള് പിന്നെ ഈ വൈബും എന്താ പറയുക, മഴ കണ്ടു കഴിഞ്ഞാൽ കട്ടൻ ചായയൊക്കെ എടുത്ത് പോയി പുറത്ത് പോയി കുത്തിരുന്ന് അത് കുടിക്കുക, അങ്ങനെയുള്ള ഒരു കാറ്റഗറിയിലുള്ളതാണ്. ഈ വൈബ് ഇഷ്ടപ്പെടുന്ന ഒരു കാറ്റഗറിയിലാണ് അനിയത്തി. അപ്പോൾ അവിടുത്തെ പാട്ടാണെങ്കിലും നല്ല മെലഡി സോങ് ഒക്കെ വെച്ച് ആ ഒരു ആംബിയൻസിൽ ആ ഒരു ഡിം ലൈറ്റിലൊക്കെ ഇങ്ങനെ ഇരുന്ന് ആ ഒരു ആംബിയൻസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക്, എന്താ പറയുക, ഒരു ആംബിയൻസിലിരുന്ന് ഭക്ഷണം കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അടിപൊളി ഒരു സ്ഥലം തന്നെയാണ്. പക്ഷേ അവിടുത്തെ ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞങ്ങളിപ്പം ചട്ടി നെയ്ച്ചോറ് എന്ന് പറഞ്ഞിട്ടുള്ള ഡിഷാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം പറയുകയെന്നുണ്ടെങ്കിൽ വലിയ ഹൈപ്പിലൊന്നും പറയാനുള്ള ഫുഡ്, ഒരു ആവറേജ് ഫുഡാണെന്ന് എനിക്ക് തോന്നി കേട്ടോ ആ ഒരു ടേസ്റ്റിൻ്റെ കാര്യത്തിൽ. പിന്നെ ഞാനീ പറഞ്ഞ പോലെ റീൽസ് ഇടാനും ഇൻസ്റ്റഗ്രാമിൽ എന്താ പറയുക ഒന്ന് അടിപൊളിയാക്കാനൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വെറൈറ്റി സാധനങ്ങളുണ്ട്. നമ്മളെടുത്ത് കൊണ്ടുവന്നിട്ട് നമ്മളെ ഓരോ മേശമിൽ കൊണ്ടുവന്നിട്ടാണ് ഓരെന്താക്കണത്. ഈ ചായ തന്നെ ഇപ്പോൾ നമ്മൾ ചായ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ചായ പാര് നമ്മൾ എടുത്ത് വന്നിട്ട് ഭയങ്കര എന്താ പറയുക 2 ക്യാൻഡിലൊക്കെ കത്തിച്ച് അതിൻ്റേതായ സെറ്റപ്പിലൊക്കെ വന്നിട്ട് നമ്മളെടുത്തു നിന്നാണ് ചായയൊക്കെ പറഞ്ഞു തരിക. അങ്ങനെയുള്ള കുറച്ചൊരു സിനിമാറ്റിക് മോഡിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണേ ഒരു ഇതിലായിട്ട് എനിക്ക് തോന്നിയിട്ട് അവിടുത്തെ ഒരു ആംബിയൻസ് ഒക്കെ കണ്ടപ്പോൾ. പിന്നെ അപ്പുറത്ത് കൂടി ഇപ്പുറത്ത് കൂടി ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും ഞാനിപ്പോൾ എനിക്ക് ഈ അധോലോകത്തൊക്കെ പോയ പോലെ, ഞാൻ പറഞ്ഞില്ലേ അധോലോകത്തൊക്കെ പോയ പോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പുറത്ത് കൂടി ഇപ്പുറത്ത് കൂടി പുകയായിട്ടും പിന്നെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ കത്തുന്നുണ്ട് അപ്പുറത്തെ ടേബിൾ വന്ന്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ ചിലപ്പോൾ സംഗതി കോമഡി ആയിട്ട് തോന്നും. ഞങ്ങൾ കുറേ ചിരിക്കും ചെയ്തിട്ടാണ് ഭക്ഷണം കഴിക്കുമ്പോൾ. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ ഇഷ്ടമാണ്, അങ്ങനെയൊക്കെ കാണാനൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണ്. ഈ പറഞ്ഞ പോലെ റീൽസൊക്കെ എടുക്കാനൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ അവിടെ പോയി കഴിഞ്ഞാൽ വേർത്തായിരിക്കും. അപ്പോൾ അങ്ങനെ തോന്നി. പിന്നെ അതിനനുസരിച്ചിട്ടുള്ള ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. ഞങ്ങൾ പറഞ്ഞ ഈ ചട്ടി നെയ്ച്ചോറിന് 380 360 അങ്ങനെ എന്തോ ആയിട്ടായത്. അപ്പോൾ ഞങ്ങൾ ഒരേ ചട്ടി നെയ്ച്ചോറേ പറഞ്ഞിട്ടുള്ളൂ. നമ്മളോട് ആ കലയിൽ നമ്മളത് ബുദ്ധിപരമായിട്ട് നീങ്ങി. പിന്നെ ഒരു പോർഷനിൽ നെയ്ച്ചോറും പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ കഴിച്ചത് കേട്ടോ. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഫസ്റ്റ് തീരുമാനിച്ച കാര്യം നല്ല അടിപൊളി വെറൈറ്റി ഫുഡ് അടിക്കുക എന്നുള്ളത് തന്നെ. പക്ഷെ അത് ഫസ്റ്റത്തെ തന്നെ ചീറ്റിപ്പോയി. ഈ മെനു എടുത്ത് വെച്ചിട്ട് നമുക്കുള്ള ഒരു പ്രത്യേകതയാണല്ലോ, ലാസ്റ്റ് ഒക്കെ വായിച്ചോക്കിയിട്ട് ലാസ്റ്റ് ഒരു ബിരിയാണി എന്ന് പറയുന്നത്. അതുപോലെ നെയ്ച്ചോറിനാണ് ഞങ്ങൾ ഓർഡർ എടുത്തത്. പക്ഷേ ആ ഒരു ചട്ടി നെയ്ച്ചോറിൽ ഏകദേശം ബീഫ്, അതുപോലെ തന്നെ കൊഞ്ചൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ചെമ്മീൻ, പിന്നെ ഡ്രൈ ഫ്രൈ ചിക്കൻ്റെ ഒരു ഐറ്റം, ഒരു പൊരിച്ച ഐറ്റം, അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടായിന്. ഏകദേശം അതൊക്കെ കൂട്ടി ഞങ്ങൾ സംതൃപ്തി അടഞ്ഞെന്ന് പറയാം. പക്ഷെ എന്നാലും ആ ഒരു നെയ്ച്ചോറിൻ്റെ ഒന്നും ആ ഒരു ഫ്ലേവറും ടേസ്റ്റും ഒന്നും അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും കിട്ടിയില്ല കേട്ടോ. അപ്പോൾ അതങ്ങനെ എന്തായാലും ഉച്ചക്കത്തെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ എന്തായാലും അതങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ നേരെ മേലത്തെ ഫുഡ് കോർട്ട് പോയിട്ട് ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്ന് അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് സിനിമ കാണണമെന്ന് ഓള് ചോദിച്ചു. പക്ഷേ ഞാനത് വേണ്ടാന്ന് പറഞ്ഞു. എന്താ വെച്ചാൽ അമ്മൻ്റെ വിളി വന്നു കഴിഞ്ഞാൽ ചിലപ്പം പെട്ടെന്ന് അങ്ങോട്ട് എത്തേണ്ടി വരും. മക്കളിങ്ങനെ ഓർക്കെന്തോ മണത്തിക്കണം, ഇവർ എന്തിനോ പോവുകയാണ്. ഇപ്പം ശിഖമോളി നന്ദുട്ടിൻ്റെ പണി എന്താണെന്ന് വെച്ചാൽ വന്നപാട് ഫോൺ എടുത്ത് ഇങ്ങനെ സെർച്ച് ചെയ്യലാണ്. ഞാൻ എന്തായാലും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഷൂട്ട് ചെയ്യുന്ന അറിയില്ല. അപ്പോൾ അതിൽ നോക്കിയിട്ട് കണ്ടുപിടിക്കുക എന്നുള്ളതാണോ ഓരെപ്പോഴത്തെ പരിപാടി. അപ്പോൾ അത് ഓർക്കെന്തോ മണത്തേനെ കൊണ്ട് ചിലപ്പോൾ വിളി ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ സിനിമ എന്നുള്ള കാര്യം കൂടി കട്ട് ചെയ്ത് പിന്നത്തെ ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഒരു സാരി എടുക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ. അനിയത്തിക്ക് ഒരു സാരി എടുത്ത് കൊടുക്കണം എന്നുണ്ടായിരുന്നു. ഒരു ഇൻഡിഗോ സാരി ഉണ്ടല്ലോ ഇപ്പോഴത്തെ ട്രെൻഡായിട്ടില്ല, ഇപ്പോഴത്തെ അല്ല കുറച്ച് മുമ്പേ ഒരു ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കണേ വൈറ്റ് ബ്ലൗസ്, അക്കോബ ബ്ലൗസിൻ്റെ കൂടി ഇൻഡിഗോ സാരി. അപ്പോൾ ഓക്ക് എടുത്താൽ നല്ല രസമുണ്ടാവും, നല്ല ഹൈറ്റും ഉണ്ട്. പിന്നെ ഓക്ക് സാരി എടുത്താൽ നല്ല ഭംഗിയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു കോട്ടൻ്റെയൊക്കെയാണ് ഓക്ക് ചേരും ചെയ്യുക. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ഓക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റായിട്ട് വാങ്ങിക്കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അങ്ങനെ സൂര്യ സിൽക്സ് പോയി
പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ജയലക്ഷ്മി എന്നാണ് സാരി എടുത്തത് കേട്ടോ. അപ്പം ഞാനും അവിടെ എത്തിക്കഴിഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പച്ചയും മഞ്ഞയും കോമ്പിനേഷനിലുള്ള ഒരു സാരി കണ്ടു. അപ്പം ഞാൻ ആ ഒരു സാരി എടുത്ത് അനിയത്തിക്ക് ആ ഇൻഡിഗോ സാരി വാങ്ങി. പിന്നെ ഞങ്ങൾ വിചാരിച്ച പോലെ അങ്ങോട്ട് ഭയങ്കരമായിട്ട് ഇന്നത്തെ ദിവസം അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്ത് പൊളിക്കണം എന്നൊന്ന് വിചാരിച്ച് കഴിഞ്ഞപ്പോൾ സൂര്യേട്ടൻ കൊണ്ട് സമ്മതിക്കണില്ല. മൂപ്പരെ ചൂടുകൊണ്ട് നമ്മൾ ക്ഷീണം പിടിച്ച് ചത്തു പോണ അവസ്ഥയിലാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് തിരിച്ച് വീട്ടിലേക്ക് പോരാന്നുള്ള തീരുമാനത്തിൽ എത്തേണ്ടി വന്നു. അപ്പോൾ വരുന്ന വഴി അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ, നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് ഫ്ലോപ്പായി പോയല്ലോ. അപ്പം ഞങ്ങൾ എന്താക്കി, കലന്തൻസിൽ കയറിയിട്ട് അടിപൊളി ഒരു ഫലൂദ അങ്ങോട്ട് കഴിച്ച്. ഫലൂദ നല്ല കലന്തൻസിലെ ഫലൂദനെ പറ്റി പിന്നെ എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഈ ഒരു ഔട്ട്ലെറ്റിൽ നിന്ന് ഞങ്ങൾ കഴിച്ച ഫലൂദ 100 റുപ്യ ഉള്ളൂ കേട്ടോ. ഈ ഒരു ക്ലാസിക് ഫലൂദക്ക് അടിപൊളി ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും കിട്ടുന്നുണ്ട് എന്നുള്ളത് വരെ മെയിനായിട്ട് എടുത്ത് പറയേണ്ട പ്രത്യേകതയാണ്. അപ്പോൾ അത് കഴിച്ചേരം അങ്ങോട്ട് ഒരു ആശ്വാസമായി. അതും കഴിഞ്ഞ് വീട്ടിൽ വന്നതേ ഓർമ്മയുള്ളൂ കേട്ടോ. പിന്നെ ഒരൊറ്റ കിടത്താണ്, ഒരു നല്ലൊരു ഉറക്കം കഴിഞ്ഞ്. അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴാണ് എണീറ്റത്. അച്ഛന് എണീറ്റപാട് അച്ഛൻ ആ മീനിയൊന്നും പറയാൻ ബാക്കിയില്ല. ആരെങ്കിലും പോകുമോ ഈ പൊരിഞ്ഞ വെയിലത്ത് പുറത്തേക്കെന്നും പറഞ്ഞിട്ട് ഉളുപ്പെട്ട ചീത്ത കേട്ട് രണ്ടാളെടുത്തുനിന്നും. അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇത് അനിയൻ കേക്കൊക്കെ കൊണ്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ അത് മുറിക്കൽ, പിന്നെ അത് കഴിക്കൽ, പിന്നെ അതിൻ്റെ തിക്കും തിരക്കും പരിപാടിക്ക് ഇനി അങ്ങനെ ബർത്ത്ഡേൻ്റെ കേക്ക് മുറിയും കഴിഞ്ഞ് അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കാണ് പിന്നെ എനിക്കും അനിയത്തിക്കും ഒരു എന്താ പറയുക, ഒരു കുറ്റബോധം വരാൻ തുടങ്ങിയത്. മക്കളിതൊന്നും കൂട്ടാണ്ടല്ലേ നമ്മൾ പോയി അതൊക്കെ കഴിച്ചത് എന്നുള്ള നമ്മളെ അമ്മ മനസ്സ് വളരാൻ തുടങ്ങിയത്. അന്നേരം ഒന്നും വലിയ പുറത്ത് പോയി ഇങ്ങനെ കറങ്ങി നടക്കുമ്പോഴൊന്നും വലിയ കറങ്ങിയെന്നൊന്നും പറയാൻ പറ്റില്ല. ഈ പൊരി വെയിലത്ത് കറങ്ങി ഞങ്ങളെ അച്ഛനമ്മയും പറഞ്ഞ പോലെ ചൂലെടുത്ത് അടിക്കാൻ ആളില്ലാണ്ടാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എന്താക്കി, ബട്ടർ റോഡ് ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ബട്ടർ റോഡ് പാർക്കിൽ മക്കളെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ട് രണ്ടാളെയും കൂടി കൂട്ടിയിട്ട് അനിയത്തിൻ്റെ മോളെയും ശിഖമോളെയും കൂട്ടിയിട്ട് ഇങ്ങോട്ട് പോകുന്നതാണ് കേട്ടോ. പിന്നെ നന്ദൂട്ടിന് ഓരോ ഫ്രണ്ട്സിൻ്റെ കൂടി വേറെ എന്തൊക്കെയോ ഷോർട്സ് എടുക്കുക അങ്ങനെ എന്തൊക്കെയോ തിരക്കായിട്ട് ഓരോ കൂടിയാണ്. ഞാനില്ല നിങ്ങൾ പൊയ്ക്കോളിന്നും പറഞ്ഞിട്ട് ഓരോ കൂടെ കളിക്കാനായിട്ട്. അപ്പം ഞങ്ങൾ മക്കളെ രണ്ടാളെയും കൂട്ടിയിട്ട് ഇത് അവിടെ ബട്ടർ റോഡ് ബീച്ചിലേക്ക് ഇങ്ങോട്ട് പോകുന്നു. പാർക്ക് പോന്നിട്ട് ഇവിടുന്ന് കുറച്ച് സമയം ഇരിക്കുക, ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിക്കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഓരെയും കൂട്ടി പോകുന്നതാണ്. അങ്ങനെ അവിടുന്ന് പിന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് സ്വർഗം കിട്ടിയ പോലെയാണ്. എവിടെ കയറണം, എന്തിൽ കയറണം, എങ്ങനെ കളിക്കണം എന്നൊന്നും ഒരു പിടുത്തം കിട്ടാത്ത പോലെയാണ് മക്കളങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ. അങ്ങനെ ഇവിടുന്ന് കുറേ സമയം കളിച്ചൊരു എനിക്ക് തോന്നുന്നു ഒരു 2-3 മണിക്കൂറോളം ഞങ്ങൾ ഇവിടെ നിന്നിട്ടോ. ഒരു 6 മണി 6:15 ആവണം. ആ ഒരു സമയത്ത് അവിടെ പാർക്കിൽ തന്നെ ഈ എന്താ പറയുക ഇതുണ്ടല്ലോ, വാട്ടർ ഡാൻസ് എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു ഏരിയ ഉണ്ട്. അപ്പോൾ അവിടുന്ന് ഈ വെള്ളത്തോണ്ടുള്ള കുട്ടികൾക്ക് വെള്ളത്തിൽ കളിക്കാനുള്ള കുറച്ച് ചെറിയൊരു ഏരിയയാണ്. അപ്പോൾ അവിടെ പോകണം എന്ന് ഇവിടെ വരുമ്പോഴൊക്കെ ഇവർ രണ്ടാളും പറയലുണ്ട് കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങൾ അതിന് കണക്കാക്കി ഡ്രസ്സൊക്കെ എടുത്തിട്ടാണ് വന്നത്. അഥവാ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒരു കുറേ ആയി ഞങ്ങളോട് പറഞ്ഞു, ഇനി ഒരു അതിന് ക്ഷമ ഉണ്ടാവില്ല. അപ്പോൾ ഒരെന്തായാലും അതിൽ കയറി കളിക്കുന്നു ഞങ്ങൾക്കറിയാം. അപ്പോൾ അതുകൊണ്ട് അത് കണക്കാക്കി ഡ്രസ്സൊക്കെ എടുത്തിട്ടാണ് പോകുന്നത്. രണ്ടാൾക്ക് എന്തോ ഞാൻ പറഞ്ഞില്ലേ സ്വർഗം കിട്ടിയ പോലെ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പം. അപ്പോൾ ഇത് തുടങ്ങിയപാട് തന്നെ ഞങ്ങൾ പറഞ്ഞ പോലെ തന്നെ ചോദിക്കലും പറയാനൊന്നും നിന്നില്ല, ഓരോരൊറ്റ ഓട്ടം ഓടിയതാണ്. അങ്ങനെ ഓരവിടെ നനഞ്ഞ് കുളിച്ച് എന്തൊക്കെയോ കളി കളിക്കുന്നുണ്ട്. അപ്പോൾ അധികം ഈ ചൂടത്ത് അധികം ഇങ്ങനെ വെള്ളത്തിൽ കളിപ്പിച്ചാൽ അതും നല്ലൊരു സുഖമായിരിക്കും വെള്ളത്തിൽ കളിക്കുമ്പോൾ. പക്ഷേ കുറേ നേരം കളിപ്പിച്ചാൽ അതും കൊണ്ട് പിന്നെ കളിക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊരു 1/2 മണിക്കൂറോളം ഒരു കളിച്ചിട്ട വെള്ളത്തിൽ. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഓർക്കന്നെ മതിയായി. കുറേ ഞങ്ങൾ വിളിച്ചിട്ടൊന്നും വരുന്നില്ല. അങ്ങനെ ഓർക്കന്നെ മതിയായിട്ടാണ് പിന്നെ അങ്ങോട്ട് കയറിയത്. ഒന്നാമത് ഈ ക്ലോറിൻ വെള്ളം കൂടി ആയിട്ടാണെന്ന് തോന്നുന്നത്. കണ്ണൊക്കെ ഇങ്ങനെ ചുവപ്പ് കളറുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഓരോങ്ങോട്ട് കയറി പിന്നെ ഞങ്ങൾ ഓരോ മാറ്റിക്കൊടുത്ത് ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിക്കൊടുത്ത് അങ്ങനെ അവിടുത്തെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോന്നു. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ച കുറച്ച് കാര്യങ്ങൾ. എൻ്റെ വീട്ടിലെത്തിയപ്പോഴുള്ള കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയ വീഡിയോയിൽ പുതിയ ഡേ ഇൻ മൈ ലൈഫ് വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.